മോളെ 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 പപ്പി മോളെ വണ്ടി നിർത്തണ വണ്ടി നിർത്താൻ മോളെ നിർത്തണ അയ്യോ മോളെ പപ്പി മോളെ പപ്പിടാ മോളെ പപ്പി വല്ല പറ്റിയോ മോളെ പപ്പിടാ മോളെ ബോധം കേട്ടല്ലോ മോളെ അയ്യോ അയ്യോ ആരെ വണ്ടി വിളിക്കേ മോളെ ചേട്ടാ ഒരു കുട്ടിയെ വണ്ടി തട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കരിയോ പപ്പി അയ്യോ ചേട്ടാ അത് വേഗം വിട് പിന്നെ കൊച്ചിതോടെ പോയി ഇവിടൊന്നും ഇല്ല. അവിടെ എങ്ങും കാണുന്നില്ല കുഞ്ഞെ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? ഇത്ര നേരം ഈ വീട്ടിലുണ്ടായിരുന്ന കൊച്ചിനെ കാണാനില്ലെന്നോ? ഇങ്ങനെ നിന്നാലെങ്ങനാ? എവിടെയെങ്കിലും പോയി നോക്ക്. എല്ലാ മുറിയിലൊക്കെ പോയി നോക്കിയോ? എന്താ ആരെ നോക്കുന്ന കാര്യം പറയുന്നത്? എന്താ ആർക്കും മിണ്ടാട്ടില്ലേ? അതോ എന്നോട് പറയില്ലെന്ന് വിചാരിച്ചിട്ടാണോ? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ശ്യാമേ, എന്താ കാര്യം? അത് സത്യമേ, അത് പപ്പിയെ എവിടെങ്ങും കാണാനില്ല. പപ്പി ഇറങ്ങി പോയിട്ടുണ്ടാവും എവിടെയെങ്കിലും. രാത്രിയിൽ എവിടെയെങ്കിലൊക്കെ പോകുന്നതും ഒളിച്ചിരിക്കുന്നതും ഇറങ്ങി നടക്കുന്നതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. തൊണ്ടയിടം ഇപ്പൊ ഇനി എവിടെ പോയി നോക്കാനായിട്ടാ? പോയി നോക്ക്, അച്ഛനും അമ്മയും കൂടി. എന്താ വീണ്ടും വഴക്കായോ? പപ്പി ഇപ്പൊ ഇവിടെ കാണാനില്ലേ ബ്രോ? ഈ സമയത്ത് ഇവിടെ എവിടെ പോവാനാ? ഈ കുട്ടി എവിടേക്ക് പോകുന്നു ചോദിക്കും. ഒരിക്കൽ പോലീസ് കേസ് വരെ ആയതാണെന്ന് ഓർക്കണം. ഇനിയും കേസ് കൊണ്ട് എന്ന് അവരിട്ടങ്ങ് ഓടിക്കും. നിങ്ങളെ കൊച്ചിന് ഇത് തന്നെയാണോ പണിയെന്ന് ചോദിക്കും. എന്റെ അമ്മ ഒന്നും ഒച്ചെടുക്കാതിരിക്കേ. അവൾ എവിടേക്കും പോയിട്ടുണ്ടാവില്ല. ഇവിടെ എവിടെയൊക്കെ തന്നെ കാണും. അവള് ഇവിടെ എവിടെയും തന്നെ കാണും. ഒരു അന്വേഷണം. എല്ലാരും കൂടി വഴക്കടച്ചപ്പോണ്ടായ കാട്ടിക്കൂട്ടിലാണ് ഇതൊക്കെ. പപ്പി വിഷ്ണു, നീ മുറ്റത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കടാ. അതിന് രാത്രിയും പോലൊന്നൊന്നുമില്ല, തോന്നുന്നത് പോലെ ഇറങ്ങിപ്പോവും. അല്ല, അതിനവള് പുറത്ത്. എന്നാലും ഒരു കൊച്ചു ഇവിടെ ഇറങ്ങി പോയിട്ടും ആരും കണ്ടില്ലെന്ന് വെച്ചാ അപ്പൊ അത്രയ്ക്കുണ്ട് ഈ വീട്ടിൽ ശ്രദ്ധ. പപ്പയെ നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. കമല, ആശാനെ, ഞാൻ നിർമ്മല ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. പപ്പി ഫോർക്ക് ഒരു ആക്സിഡന്റ്, ഐസിയുല. എന്ത്? ആശാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം. പപ്പിക്ക് ഇതെങ്ങനെ സംഭവിച്ചടാ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാം. ആദ്യം ആശാൻ ഇങ്ങോട്ട് പോവാം. എന്താടാ, എന്താ പറ്റിയത്? പറടാ, എന്താ പറ്റിയതെന്ന്? അമ്മ, അവൾക്കും ഒന്നുമില്ല. അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞ. കമല, എന്താടാ, എന്താ പറ്റിയേ?
പപ്പിമോൾ ഒറ്റയ്ക്ക് നടന്നു പോകണ കണ്ട ഞാൻ ശ്രദ്ധിച്ചതേ. ഞാൻ പിന്നാലെ ചെന്നു, പക്ഷേ അപ്പോഴേക്കും വണ്ടി വന്നിടിച്ചു. ഈശ്വര, അല്ല ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ ജനിപ്പിച്ച മാത്രം തന്നെ തള്ളിയൊന്നും ആവില്ല. അവരെ ശ്രദ്ധിക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. ഡി, പപ്പിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ശ്രദ്ധയുണ്ടോ? ഉണ്ടോടി? ഉണ്ടോന്ന്? അമ്മ മതി, നിർത്ത്. ഇതിപ്പോ സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, പപ്പി എവിടെ വെച്ചാ കണ്ടേ നീ? ഏടത്തേമ്മയുടെ വീടിന്റെ ഭാഗത്ത് വെച്ചാ. ശാലിനിയുടെയോ? ഓ, അപ്പോ പപ്പി ഈ രാത്രിയിൽ അങ്ങോട്ട് പോവായിരുന്നല്ലേ? ഡി, എന്റെ കൊച്ചിനെ നിങ്ങൾ എല്ലാരും കൂടി കൊലയ്ക്ക് കൊടുക്കോ? ദേ, ഇന്ന് നിർത്തിക്കൊള്ളണം ആ കൂട്ടുകെട്ട്.